നാടിനെ നടുക്കി കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടം 50 പേർ മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. 150-ലേറെ പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ്. മരിച്ചവരിൽ പോലീസുകാരും ഉൾപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ 3:30-ക്കായിരുന്നു അപകടം. വിവരങ്ങൾ നൽകാനായി കൊല്ലത്തുനിന്ന് ശ്യാമാർ ബാബു ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് സംഭവിച്ചത്? നിഷ, പുലർച്ചെ 3-നും 3:15-നും ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ മത്സര കമ്പമാണ് സംഘടിപ്പിച്ചിരുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് മത്സര കമ്പമാണ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് നടന്ന കമ്പത്തിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. അപകടത്തിൽ കമ്പത്തിനിടെ കമ്പപ്പുരയ്ക്ക് തീപിടിക്കുകയായിരുന്നു. ഈ കമ്പപ്പുരയ്ക്ക് സമീപം നിന്നവരാണ് മരിച്ചവരിൽ 50-ലേറെ പേർ മരിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മാത്രം 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി, കൊല്ലത്തെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും ആളുകളെ എത്തിച്ചിട്ടുണ്ട്. മൊത്തം 50 പേരിലധികം മരിച്ചതായാണ് ഇപ്പോൾ ഇതുവരെ ലഭിക്കുന്ന വിവരം. കമ്പപ്പുരയ്ക്ക് തീപിടിക്കുകയും ദേവസ്വം ബോർഡിന്റെ കെട്ടിടം പൂർണ്ണമായി തകരുകയും ചെയ്തു. സുശീലൻ എന്ന ആളുടെ പേരിലാണ് ഈ കമ്പം സംഘടിപ്പിച്ചിരിക്കുന്നത്. സുശീലൻ എന്ന ആൾക്കാണ് ഈ കമ്പം നടത്താനുള്ള നിർദ്ദേശം ക്ഷേത്ര കമ്മിറ്റി കൊടുത്തിരുന്നത്. നേരത്തെ തന്നെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ കമ്പവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പ്രത്യേകിച്ചും പരവൂർ മേഖലയിൽ മത്സര കമ്പം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് പുറ്റിങ്ങൽ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ചില നിർദ്ദേശങ്ങൾ നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം നേരത്തെ ഇത്തരത്തിൽ കമ്പം നടത്താൻ പാടില്ല, മത്സര കമ്പം നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ മത്സര കമ്പം സംഘടിപ്പിക്കുകയും തുടർന്ന് മത്സര കമ്പത്തിനിടെ ആ കമ്പപ്പുരയിലേക്ക് ഈ തീ പടരുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് കമ്പപ്പുരയ്ക്ക് തീ പിടിക്കുന്നു. പിന്നീട് ദേവസ്വം ബോർഡ്, സമീപമുള്ള ദേവസ്വം ബോർഡ് കെട്ടിടം അടക്കം തകർന്നു വീഴുന്നു. ഇതിന്റെ മുകളിലടക്കം ആളുകൾ നിന്നിരുന്നു. ഈ കാഴ്ച കാണുന്നതിന് വേണ്ടി, കമ്പം കാണുന്നതിന് വേണ്ടി ആളുകൾ നിന്നിരുന്നു. ഇതിനിടെയാണ് തീ പിടിക്കുകയും ഇത് അപകടം ഉണ്ടാവുകയും ചെയ്തത്. വലിയ തോതിലുള്ള ഒരു അപകടം ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആളുകളെ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 150-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് പരവൂരിനെ സംബന്ധിച്ചിടത്തോളം, പുറ്റിങ്ങൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 10,000-ലധികം പേർ ഈ കമ്പം കാണാൻ വരുന്ന ഒരു ക്ഷേത്രമാണ് പുറ്റിങ്ങൽ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ എത്രത്തോളം മരണസംഖ്യ ഉണ്ടായി എന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. 3 മണിക്ക് പുലർച്ചെ ഉണ്ടായ അപകടം എന്ന നിലയ്ക്ക് എത്ര പേർക്ക് അപകടം ഉണ്ടായി, എത്ര പേർ മരിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. 50-ലേറെ പേർ മരിച്ചതായാണ് വിവിധ ആശുപത്രികളിൽ നിന്നായി ലഭിക്കുന്ന വിവരം. നിഷ, ശ്യാം, ആളുകളെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏതൊക്കെ ആശുപത്രിയിലാണ് അപകടത്തിൽപ്പെട്ടവർ ഉള്ളത്? അവരുടെ നില എങ്ങനെയാണ്? നിഷ, ഇതിന് സമീപമുള്ള പ്രത്യേക സൗകര്യങ്ങളുള്ള ആശുപത്രി കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയാണ്. ഏറ്റവും അധികം സൗകര്യങ്ങളുള്ള ആശുപത്രി സമീപമുള്ളത് കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയാണ്. അതിനുശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ പരവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് 50 കിലോമീറ്റർ ആണുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല കൊല്ലം നഗരത്തിലെ മറ്റ് ആശുപത്രികൾ, മെഡിസിറ്റി അടക്കമുള്ള മറ്റ് ആശുപത്രികളിലേക്കും ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 3 മണിക്കും 3:15-നും ഇടയ്ക്കാണ് ഈ അപകടം ഉണ്ടായത്. വലിയ തോതിലുള്ള അപകടം തന്നെ ഉണ്ടായി. കമ്പപ്പുരയിലേക്ക് തീ പടരുകയായിരുന്നു. കമ്പപ്പുരയ്ക്ക് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കമ്പപ്പുരയിൽ തീ പിടിക്കുകയും തുടർന്ന് വലിയ തോതിലുള്ള അപകടം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. കമ്പപ്പുരയ്ക്ക് സമീപമായിട്ടാണ് ഈ ദേവസ്വം ബോർഡ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവസ്വം ബോർഡ് കെട്ടിടത്തിൽ നിന്നാണ് ആളുകൾ ഈ കമ്പത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. വലിയ അപകടം തന്നെ ഉണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ ജില്ലാ കളക്ടറിൽ നിന്നും ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ മത്സര കമ്പം സംഘടിപ്പിക്കുക, ക്ഷേത്രത്തിൽ മത്സര കമ്പം സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് ഉള്ള വിവരം എന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിരുന്നു. എന്നാൽ ഇത് അവഗണിച്ചു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. മത്സര കമ്പം നടത്തരുത് എന്ന്, ജില്ലയിൽ ഒരിടത്തും നടത്തരുത് എന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നേരത്തെ നൽകിയിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിസ, ഈ മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചോ? ആരാണ്? അതുപോലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർ ആരൊക്കെയാണ്? അവരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ശ്യാം? നിസ, ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ആളുകൾ ആരൊക്കെ മരിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു വിവരം പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഒരു കമ്പത്തിനിടെയുള്ള മരണം. ശ്യാം, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ദൃക്സാക്ഷി അജയ് ഘോഷ് ചേരുന്നുണ്ട്. അജയ് ഘോഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? മേഡം, ഒരു 3 മണിക്ക് മത്സര കമ്പമായിരുന്നു. അത് മാറ്റി പീതാംബരക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ അത് മാറ്റിയെന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു നാട്ടുകാരൻ സ്റ്റേ ചെയ്തതിനു ശേഷം പീതാംബരക്കുറുപ്പ് ആണ് ഓർഡർ തിരിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. കാരണം 3 മണിക്ക് ഏറ്റവും അവസാനം പൊട്ടിച്ച ഒരു കമ്പത്തിന്റെ ഒരു തീ വന്ന് കമ്പപ്പരയിൽ വീഴുകയും അതിൽ നിന്ന് ആ കമ്പപ്പര ചുവടോടെ തൊഴുത് വേറെ ബിൽഡിങ്ങുമായിട്ട്
പോയി ജനങ്ങളെ ദേഹത്ത് കട്ടകളും ഒക്കെ ചെന്ന് വീഴുകയും ഞാൻ ഇതിനടുത്തുനിന്ന് വന്ന് കാണാൻ സാധിച്ചു. ഒരു 8 മൃതദേഹം എനിക്ക് കാണാൻ സാധിച്ചു. താങ്കൾ എന്താണ് അവിടെ ഉണ്ടായിരുന്നോ? സംഭവ സ്ഥലത്ത് വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സത്യത്തിൽ അവിടെ കണ്ടത്? മുഖത്തലയാണ് മേഡം, എന്റെ സ്ഥലം മുഖത്തലയാണ്. എന്റെ വൈഫ് വീട് തൊട്ടടുത്താണ്. ആ ആഘാതത്തില് ഞങ്ങളെ കോൺക്രീറ്റ് വരെ പൊട്ടി വീട്ടിന്റെ. അത് വെടിക്കെട്ട് താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ? വെടിക്കെട്ട് കണ്ട് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാണ് വലിയൊരു ഭൂകമ്പം മാതിരി ഒരു സൗണ്ട് കേട്ടത്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഓടിയെത്തി. വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷമാണോ താങ്കൾ അറിഞ്ഞത് അവിടെ ഒരു വലിയ അപകടം നടന്നിട്ടുണ്ടെന്ന്? അപ്പോഴത്തേക്ക് ഇവിടെ ബോഡികൾ നിരന്ന് കിടക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നേരം ഫയർഫോഴ്സ് 4 വണ്ടി ഇവിടെ ഉള്ളായിരുന്നു. പിന്നെ ബസ്, ലൈൻ ബസ്, KSRTC, ഇവിടുത്തെ പെട്ടിയാട്ടോക്കാര്, ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഇതിനകത്ത് കൂടുതലും നേതൃത്വം വഹിച്ചത്. ഈ കമ്പപ്പുരയ്ക്ക് ചേർന്നാണോ ദേവസ്വം ബോർഡിന്റെ ഓഫീസ് ഉണ്ടായിരുന്നത്? കുറച്ച് അകലമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു പൂശാത്ത ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതിന്റെ കട്ടകളാണ് ഇത് പറന്നുപോയി ജനങ്ങളെ ദേഹത്ത് വീണ് ഒരു സ്ത്രീ ഒക്കെ മരിച്ചിട്ടുണ്ട്. അജയ് ഘോഷിന് ലഭിച്ച വിവരം അനുസരിച്ച് വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ചതുകൊണ്ട് ദേവസ്വം ഓഫീസിലേക്ക് തീ പടർന്നതാണോ കൂടുതൽ മരണകാരണം, അതോ ദേവസ്വം ബോർഡ് കെട്ടിടം തകർന്ന ബിൽഡിങ്ങിന്റെ വലിയൊരു ഭാഗം ആളുകളുടെ മേലേക്ക് വീണതാണോ കാരണം? ഈ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ കമ്പപ്പുരയ്ക്ക് തീപ്പൊരി വന്ന് വീണ് കമ്പപ്പുര ചെവിടോടെ ഉഴുത് അതിന്റെ ഭീമുകളൊക്കെ മനുഷ്യന്റെ ദേഹത്ത്. അജയ് ഘോഷ് തുടരുക. എ ഷൈനമോൾ, കൊല്ലം കളക്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കളക്ടർ, എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്? ഇന്ന് രാവിലെ 3:30യോടുകൂടി അവിടെ വെടിക്കെട്ട് ഒരു 70% വെടിക്കെട്ട് നടന്നു കഴിഞ്ഞു. അതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന ഒരു 30% കമ്പപ്പുരയിലുണ്ടായിരുന്നതിനാണ് അതിലാണ് ഈ എക്സ്പ്ലോഷൻ നടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായത്. 25 പേരുടെ മരണം ഇതിനകം സ്ഥിരീകരിച്ചു. അതും ഒരു റിപ്പോർട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് റിപ്പോർട്ട്സ് കിട്ടുന്നതനുസരിച്ചിട്ട് മരണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരപ്രകാരം 60ഓളം പേർ മരണമടഞ്ഞുവെന്നാണ്. സ്ഥിരീകരിക്കുന്ന കണക്കുകൾ എങ്ങനെയാണ്? എത്ര പേർ ഇതിനോടകം മരിച്ചിട്ടുണ്ട്? നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിന്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്. പലരുടെയും നില വളരെ ക്രിട്ടിക്കലാണ്. അവരെ പ്രോപ്പറായിട്ട് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് അറിയിക്കുന്നത്. കളക്ടർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാൻ സ്പോട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ തിരിച്ചിങ്ങോട്ട് വന്നു. എനിക്ക് ഓഫീസിലേക്ക് പോകണം. അവിടെ ഒരു മീറ്റിംഗ് മോർണിംഗിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഓഫീസേഴ്സ്. ഇതിന്റെ മറ്റു കാര്യങ്ങൾ മറ്റ് സുരക്ഷാ ആവശ്യങ്ങൾ, അതുപോലെ ആശുപത്രിയിലുള്ള ആളുകൾക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ, അതൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത്? മോർണിംഗ് ആദ്യം തന്നെ അത് തന്നെ കോർഡിനേറ്റ് ചെയ്തത്. DMOയെ വിളിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്തിരുന്നു. അവരെ ആംബുലൻസ് എത്തിക്കാനും മെഡിക്കൽ ടീം അവിടെ എത്താനും അതുപോലെ മറ്റ് ഹോസ്പിറ്റൽസിനെല്ലാം അലേർട്ട് ചെയ്യാനും ഹോസ്പിറ്റൽസിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ എൻ്റെ സ്വീകരിച്ചിരുന്നു. അതെല്ലാം പ്രോപ്പറായി നടക്കുന്നുണ്ട്. ഇത് മാഡത്തിന് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു മത്സര കമ്പമാണ് അവിടെ നടക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു സംഗതി അവിടെ നടന്നിട്ടുണ്ടോ? അത് കുറച്ചുകൂടി സുരക്ഷകളൊന്നുമില്ലാതെ, സുരക്ഷാ പ്രവർത്തനങ്ങളൊന്നും നടത്താതെയാണോ ഇത്തരത്തിലൊരു വെടിക്കെട്ട് അവിടെ നടക്കുന്നത്? ഇവിടെ മത്സരക്കമ്പത്തിന് പെർമിഷൻ ഞങ്ങൾ നിഷേധിച്ചതാണ്. ഈ മത്സരക്കമ്പം ഇവിടെ നടക്കാനുള്ള പെർമിഷൻ ഇത്തവണ ജില്ലാ ഭരണകൂടം അവർക്ക് നിരസിച്ചതാണ്. അതിനുശേഷം ഇന്നലെയാണെങ്കിൽ ഞാൻ ഒരു ഇലക്ഷന്റെ മീറ്റിംഗിൽ ട്രിവാൻഡ്രത്തായിരുന്നു. രാത്രി എപ്പോഴാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഫ്യൂസ് ചെയ്തതിന് ശേഷം ഇത് ഉണ്ടായത് കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ അങ്ങനെ നോക്കണ്ട. നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോഴാണല്ലോ കണ്ടീഷനോട് കൂടി സുരക്ഷാ ക്രമീകരണങ്ങൾ വെച്ചും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്താണെന്നുള്ളത് ഞാൻ പോലീസിൽ നിന്ന് റിപ്പോർട്ട് അവരോട് ചോദിക്കുന്നുണ്ട് മോർണിംഗ് തന്നെ. ഇപ്പൊ ഏറ്റവും വലിയ പ്രയോറിറ്റി ആളുകളുടെ എത്രയും പെട്ടെന്ന് ആളുകളെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും മോർണിംഗിൽ തന്നെ ഇനി മോർണിംഗിൽ മീറ്റിംഗ് കൂടിയതിനു ശേഷം കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യുന്നു. അപ്പോൾ കളക്ടർ നിയമലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും അല്ലേ? കാരണം നിരോധിച്ച മത്സരക്കമ്പ് അവിടെ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമായിട്ടാണ് അവിടെ വെടിക്കെട്ട് നടന്നതെന്ന് പറയാൻ കഴിയുമോ? കാരണം അവിടെ വെടിക്കെട്ട് എവിടെ നടക്കണമെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കുന്നത് ജില്ലാ ഭരണകൂടത്തിൽ നിന്നാണ്. ഈ കൊടുക്കുന്ന ഓഫീസർ ADM. ഇവിടെ നിന്ന് അത് കൊടുത്തില്ല, റിഫ്യൂസ് ചെയ്ത കാര്യമാണ്. പിന്നീട് ആരാണ് അതിനുള്ള പെർമിഷൻ കൊടുത്തത്? അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇതിൽ നിന്ന് പോലീസിൽ നിന്ന് ഞാൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് കോൾ ഫോർ ചെയ്തതിന് ശേഷം ഞാൻ അതിനെ കുറിച്ചിട്ട് പറയും. ഇപ്പോൾ കാരണം ഏറ്റവും ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി നമുക്ക് ആളുകളെ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതും അവരുടെ ആളുകളെ രക്ഷിക്കാൻ കഴിയുന്നിടത്തോളം രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. പരിക്കേറ്റ ആളുകൾ ഏതൊക്കെ ആശുപത്രിയിലാണ് മാഡം പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയോ? എന്താണ് എടുത്ത് പരിക്കേറ്റവരെ ഏതൊക്കെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ലഭിക്കുന്നുണ്ടോ?
അനുസരിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ കുറെ പേരുണ്ട്, ജില്ലാ ഹോസ്പിറ്റലുണ്ട്, ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് ഉണ്ട്. അത് DMO കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. DMOയും അവരുടെ ടീമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. തൊട്ടടുത്ത അവരുടെ ബേൺസിന്റെയും മറ്റു ഇതിന്റെയും ലെവൽ അനുസരിച്ചിട്ട് ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ അത് അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. വളരെ നന്ദി കളക്ടർ. അജയ് ഘോഷ് ചേരുന്നുണ്ട്. അജയ് ഘോഷ്, താങ്കൾക്ക് അറിയുന്ന ആളുകൾ, മരിച്ചവരുടെ കൃത്യമായ ലിസ്റ്റ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരം? പരിക്കേറ്റവരും മരിച്ചവരുമായി തന്നെ ഉണ്ട്. ഇവിടെ മാധ്യമക്കാരെല്ലാവരും ഉണ്ട്. MLA അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഉണ്ട്. ഞാൻ ക്ഷേത്രത്തിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ അതിന്റെ സുരക്ഷ സജ്ജമായ എല്ലാവരെയും മാറ്റുന്നുണ്ട് സ്ഥലത്തു നിന്ന്. അജയ് ഘോഷ് തുടരുക. ഇപ്പോൾ ആരോഗ്യമന്ത്രി. ഹലോ അജയ് ഘോഷ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം. ഞാൻ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ. ഇപ്പോൾ ദേവസ്വം മന്ത്രി നമ്മളോടൊപ്പമുണ്ട്. താങ്കൾക്ക് ലഭിച്ച വിവരപ്രകാരം എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഇപ്പോൾ നിരവധി ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 5 ഡെഡ് ബോഡികളുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ മരിച്ചതാണ്. 50ഓളം ആളുകൾ അവിടെ ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിൽ 9ഓളം ഡെഡ് ബോഡികളുണ്ട്. അവിടെ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പെരിങ്ങോലം ആശുപത്രിയിൽ 3 ഡെഡ് ബോഡിയുണ്ട്. അവിടെ പിന്നെ ആശുപത്രിയിൽ എത്തുന്ന എല്ലാ ആളുകൾക്കും ചികിത്സ നൽകുന്നതിന് അടിയന്തരമായിട്ടുള്ള വിദഗ്ധമായ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൊല്ലത്തുള്ള പ്രൈവറ്റ് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളിലും എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലുമെല്ലാം അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാനിപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് തിരിക്കുകയാണ്. അപ്പൊ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾക്ക് ലഭിച്ച വിവരപ്രകാരം എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ പരിക്കേറ്റവർക്ക് വേണ്ടിയുള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് ആശുപത്രികളിൽ ഒരുക്കിയിരിക്കുന്നത്? സുരക്ഷാ സൗകര്യങ്ങൾ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. വെളുപ്പിന് 3:30 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ പോലീസ് എനിക്ക് വിവരം നൽകുകയുണ്ടായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ DGPയോട് സ്ഥലത്ത് എത്തി ഇതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇപ്പൊ DGP സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രകാശ്, ജില്ലാ കളക്ടർ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ അവര് എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും അവിടെയുണ്ട്. ആവശ്യത്തിനുള്ള പോലീസ് സംവിധാനങ്ങളുണ്ട്. അവിടേക്ക് തൊട്ടടുത്ത ആശുപത്രികളിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കൊല്ലം ജില്ലാ ആശുപത്രി, CCR മെഡിക്കൽ കോളേജ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് തുടങ്ങിയ പിന്നെ തൊട്ടടുത്തുള്ള ആശുപത്രികൾ, അവിടെയെല്ലാം ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് രാത്രി വെളുപ്പിന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു. ഇതേ സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണം ഗവൺമെന്റ് നടത്തുന്നതാണ്. പിന്നെ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ഗവൺമെന്റ് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ആ നടപടികൾ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. അവിടെ ഒരു മത്സരക്കമ്പമാണ് നടന്നിരുന്നത്. ഇപ്പോൾ നേരത്തെ കളക്ടർ പറയുകയുണ്ടായി അത് നിയമലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. കാര്യം അവർ അതിനുള്ള അനുമതി നിഷേധിച്ചതാണ്. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് ലഭിച്ചോ? അല്ല, അതിനെപ്പറ്റിയെല്ലാം ഒരു സമഗ്രമായ അന്വേഷണം ഗവൺമെന്റ് നടത്തുന്നതാണ്. എന്താണ് സംഭവങ്ങൾ മനസ്സിലാവും. ആറ് കുറ്റക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്.